ഒരു ഹെൽത്തി ചിക്കൻ ഫ്രൈ ആയാലോ? ചിക്കൻ ഫ്രൈ എങ്ങനെയാണ് ഹെൽത്തി എന്നല്ലേ ആലോചിച്ച് പറഞ്ഞു തരാം. ആദ്യം നമ്മൾ പൊടികളിടും. മഞ്ഞൾപ്പൊടി, മുളക് പൊടി, കാശ്മീരി മുളക് പൊടി, മല്ലിപ്പൊടി, ഗരം മസാല, കുറച്ച് ചിക്കൻ മസാല എടുത്തിട്ടുണ്ട് കേട്ടോ. അതിൻ്റെ കൂടെ ബോൺലെസ് ചിക്കൻ പീസസ് ആണ് എടുത്തിട്ടുള്ളത്. എല്ലുള്ളത് എടുത്താലും കുഴപ്പമൊന്നുമില്ല, ഞാൻ ബോൺലെസ് എടുത്തു എന്നേ ഉള്ളൂ. എല്ലാ പൊടികളും ചിക്കനിലേക്ക് ഇടണം. അതുകൂടാതെ തന്നെ നമുക്ക് കുറച്ച് ഉപ്പും കുരുമുളക് പൊടിയും ജിഞ്ചർ ഗാർലിക് പേസ്റ്റും കൂടെ ചേർക്കണം കേട്ടോ. പിന്നെ വേണ്ടത് തൈരാണ്. അപ്പോൾ തൈരും കൂടെ ചേർത്ത് നന്നായി മാഗ്നേറ്റ് ചെയ്യുക കേട്ടോ. നന്നായി മാഗ്നേറ്റ് ചെയ്ത് പിടിപ്പിക്കണം. എല്ലാ പീസസിലും ഇത് ഒരുപോലെ കോട്ടായി എന്ന് ഉറപ്പ് വരുത്തണം കേട്ടോ. എന്നാലാണ് ആ ഒരു ടേസ്റ്റ് വരുള്ളൂ. ഈ മസാല സൂപ്പറാണ് കേട്ടോ, ഒരു രക്ഷയില്ലാത്ത ടേസ്റ്റാണ്. ഞാൻ മുന്നേ മല്ലിപ്പൊടി ഒന്നും ചേർത്തിരുന്നില്ല, അതും കൂടെയൊക്കെ ചേർക്കുമ്പോഴാണ് ആ ഒരു ഫ്ലേവർ വരുന്നത് കേട്ടോ. ഇപ്പം മനസ്സിലായോ എന്താ ഹെൽത്തി എന്ന് പറയാൻ കാരണം? നമ്മൾ ഉപയോഗിക്കുന്നത് എയർ ഫ്രയർ ആണ് കേട്ടോ. അപ്പോൾ എയർ ഫ്രയറിൻ്റെ ബക്കറ്റ് എടുത്തതിന് ശേഷം അതിലേക്ക് ഓരോരോ പീസസായി നിരത്തി വെക്കണം. ഒന്നിൻ്റെ മേലേക്ക് ഓവർലാപ്പ് ചെയ്ത് വരരുത് കേട്ടോ. അങ്ങനെയാണെങ്കിൽ അത് പ്രോപ്പറായിട്ട് ഫ്രൈ ആവില്ല. വിട്ട് തന്നെ വെക്കണം. അതിനുശേഷം നമ്മൾ ടെമ്പറേച്ചർ സെറ്റ് ചെയ്യുക. ഒരു കാര്യം മറന്നുപോയി, കുറച്ച് ഓയിൽ ബ്രഷ് ചെയ്യണം കേട്ടോ. എന്നാലാണ് നല്ലൊരു ടേസ്റ്റ് ഉള്ളൂ. മറ്റേത് ആ മസാലയുടെ ഒരു പച്ച മണം കടിച്ചപ്പോൾ എനിക്ക് അത്രയ്ക്ക് ഇഷ്ടമായില്ല. അപ്പോൾ ഇങ്ങനെ ഓയിൽ ബ്രഷ് ചെയ്തതിന് ശേഷം മാത്രം ഫ്രൈ ചെയ്യുക. അപ്പോഴാണ് നമുക്ക് ശരിക്കും വറുത്തതിൻ്റെ ഒരു ഫീല് കിട്ടുള്ളൂ. കുറച്ചും കൂടെ ടേസ്റ്റിയർ ആവുള്ളൂ കേട്ടോ. വളരെ കുറച്ച് മതി, ഒരു 1/2 ടീസ്പൂൺ ഓയിലൊക്കെ തന്നെ അധികമാണ്. പിന്നെ ടെമ്പറേച്ചർ സെറ്റ് ചെയ്യുക. ഞാനൊരു 185-ൽ ഏകദേശം 15 മിനിറ്റ്സാണ് ഒരു സൈഡ് ഫ്രൈ ആവാൻ വേണ്ടി വെച്ചിട്ടുള്ളത് കേട്ടോ. അപ്പോൾ 15 മിനിറ്റ്സ് കഴിഞ്ഞ് നോക്കിയപ്പം ഏതാണ്ട് ഒരു 85% ഫ്രൈ ആയിട്ടുണ്ടായിരുന്നു. ഇനിയിപ്പോൾ അടുത്ത പരിപാടി എന്താ? ഓരോരോ പീസസായിട്ട് ഇളക്കി തിരിച്ചിടുക. മറ്റേ സൈഡ് ഇട്ടിട്ട് അതിലേക്ക് ഒന്ന് ഓയിൽ വേണമെങ്കിൽ ബ്രഷ് ചെയ്യാൻ ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നില്ല. ഒരു 5 മിനിറ്റ് മാത്രമേ ഞാൻ പിന്നെ ചെയ്തിട്ടുള്ളൂ. കാരണം അത്യാവശ്യം നല്ല രീതിയിൽ ഫ്രൈ ആയി കിട്ടിയിട്ടുണ്ടായിരുന്നു. നല്ല ടേസ്റ്റും ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ നമുക്ക് ഏതാണ്ട് ഇതുപോലെ ഇരിക്കും. അതിനുശേഷം നമുക്കത് പ്ലേറ്റ് ചെയ്യാം. കുറച്ച് സവാളയൊക്കെ മുകളിലിട്ട് നല്ല സുന്ദര കുട്ടപ്പനായിട്ട് സെർവ് ചെയ്യാം കേട്ടോ. 3